കൗൺസിലർ കൂടിയായ തിരുമല അനിലിന്റെ മരണത്തിൽ ആകെ പൊളിഞ്ഞിരിക്കുകയാണ് ബി.ജെ.പി. പാർട്ടിയെ പ്രതിരോധത്തിലാക്കി അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നു. 2 പേജുള്ള കുറിപ്പിൽ ഒരിടത്തും CPIM-നെയോ പോലീസിനെയോ പറ്റി പരാമർശമില്ല. അനിൽ പലവട്ടം ആത്മഹത്യയുടെ വക്കിലെന്ന് പറഞ്ഞിരുന്നതായി സഹപ്രവർത്തകർ മൊഴി നൽകി. വിഷയം രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുകയാണ് CPIM. അതേസമയം പോലീസിനെ പഴിച്ചാണ് ബി.ജെ.പിയുടെ പ്രതിരോധം. ആദ്യം RDX റാം. തിരുമലയിലെ ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിൽ ബിനാമി പേരുകളിൽ വായ്പ തരപ്പെടുത്തിയവരിലേറെയും BJP നേതാക്കളാണ് എന്നാണ് അനിൽകുമാറിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നപ്പോൾ വെളിവാകുന്നത്. നിക്ഷേപകർക്ക് തിരികെ നൽകാനുള്ളത് 6 കോടിയിലേറെ രൂപ. വായ്പയെടുത്തവർ തിരിച്ചടയ്ക്കാത്ത സ്ഥിതി. ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെ: ഇപ്പോൾ ഒരു പ്രതിസന്ധിയുണ്ട്. എല്ലാ സംഘങ്ങളിലും ഉള്ളതുപോലെ ഇതുവരെയും FD കൊടുക്കാനുള്ള എല്ലാ പേർക്കും കൊടുത്തു. നേരത്തെ പോലെ ചിട്ടിയോ ദിവസ വരുമാനങ്ങളോ ഇല്ലാതായി. ആയതിനാൽ തന്നെ FD ഇട്ടിട്ടുള്ള ആൾക്കാർ ആവശ്യത്തിലധികം സമ്മർദ്ദം തരുന്നു. നമുക്ക് തിരിച്ചു പിടിക്കാൻ ധാരാളം തുകയുണ്ട്. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു. മറ്റു നടപടിക്കൊന്നും പോകാതെ പല അവധി പറഞ്ഞ് തിരിച്ചടയ്ക്കാൻ കാലതാമസമുണ്ടാക്കി. ഞാനോ ഭരണസമിതിയോ യാതൊരു ക്രമക്കേടും ഈ സംഘത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. അതെല്ലാം രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ആൾക്കാരാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത് എന്ന പരാമർശത്തിലൂടെ BJP നേതൃത്വത്തെ ആകെ പിടിച്ചുലയ്ക്കുകയാണ് അനിൽകുമാറിന്റെ ആത്മഹത്യ ഉയർത്തിയ രാഷ്ട്രീയ കോളിളക്കം. RDX റാപ്പ് ന്യൂസ് മലയാളം. സ്വന്തമെന്ന് കരുതിയിരുന്ന ആളുകൾ അനിൽകുമാറിനെ ചതിച്ചെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ആത്മഹത്യയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് BJP-ക്കാർക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പിന്നിൽ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തണമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. ശിവൻകുട്ടിയുടെ വാക്കുകളിലേക്ക്: താൻ വിശ്വസിച്ചവർ തന്നെ, അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുന്ന തൻ്റെ അടുപ്പക്കാർ തന്നെ ചതിച്ചു എന്നുള്ള നിലയിലാണ് ആ കുറിപ്പ് വന്നിരിക്കുന്നത്. ഉചിതമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതാണ്. തിരുമല അനിലിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ പോലീസും CPIM-ഉം ആണ് എന്ന് ആവർത്തിക്കുകയാണ് BJP. മരണത്തിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തണമെന്നും വസ്തുനിഷ്ഠമായ അന്വേഷണം വേണമെന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. CPM നേതൃത്വവും തിരുവനന്തപുരത്തെ പോലീസും ചേർന്നാണ് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. വസ്തുതകൾ പുറത്തു വരണം. അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടക്കണം. കുറ്റം CPIM-ന്റെയും പോലീസിന്റെയും തലയിലിടാനുള്ള BJP ശ്രമം പൊളിഞ്ഞു എന്ന് VK പ്രശാന്ത് MLA പറഞ്ഞു. എങ്ങനെയെല്ലാമാണ് കാര്യങ്ങളെ വളച്ചൊടിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന നിലയിലാണ് ഓരോ ദിവസവും വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അവിടുത്തെ ബാങ്ക് സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീമതി നീലിമ RSSന്റെ അടക്കം ചുമതലയുള്ള ആളുകൂടിയാണ്. അപ്പോൾ അവർക്കടക്കം ഈ കാര്യത്തിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം. അപ്പൊ അനിലിന്റെ മരണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറി BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ആത്മഹത്യാക്കുറിപ്പിലെ വിവരം ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ തട്ടിക്കയറിയത്. അത് നിങ്ങൾ കണ്ടുപിടിക്കും. ആദ്യം വേണ്ടാത്ത കാര്യങ്ങൾ അങ്ങനെ പറയരുത്. എവിടുന്ന് വായിച്ചു നിങ്ങൾ? ഒരു നാണമില്ലാത്തൊരു ചാനലാ. അല്ല, മരിച്ച ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുന്നൊരു നാണല്ലേ നിങ്ങൾക്ക്? തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് BJP ജില്ലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. നിക്ഷേപകന് പണം തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ട് പോലീസ് അനിലിന്മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. കോടികളുടെ അട്ടിമറിയാണ് നടന്നിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. തിരുമല അനിൽ പ്രസിഡന്റായ തിരുവനന്തപുരം ജില്ലാ ഫാം ടൂറിസം സഹകരണ സംഘത്തിലാണ് ഈ ക്രമക്കേട്. ലക്ഷങ്ങളുടെ അനധികൃത വായ്പകൾ സ്വന്തമാക്കി BJP പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും എന്നാണ് ഉയരുന്ന ആരോപണം. സഹകാരികളുടെ പരാതിയിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് പരിശോധനയ്ക്ക് നിർദ്ദേശമുണ്ട്. വട്ടിയൂർക്കാവ് യൂണിറ്റ് ഇൻസ്പെക്ടർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഗുരുതര ക്രമക്കേടുകളാണ്.
BJP നേതാവ് പ്രസിഡന്റായ സഹകരണ സംഘത്തിന് കോടികളുടെ ബാധ്യതയുണ്ടായി എന്നതാണ് പ്രശ്നം. സഹകരണ നിയമത്തിന് വിരുദ്ധമായി നിക്ഷേപകർക്ക് പലിശ നൽകിയതിൽ 14.14 ലക്ഷം നഷ്ടമുണ്ട്. ഇല്ലാത്ത തസ്തികയിൽ കളക്ഷൻ ഏജന്റുമാരെ നിയമിച്ച് കമ്മീഷൻ നൽകി എന്നാണ് ആരോപണം. സഹകരണ സംഘത്തിന്റെ 12.59 ലക്ഷം പൊതുഫണ്ട് നഷ്ടപ്പെടുത്തി. സഹകരണ നിയമത്തിന് വിരുദ്ധമായി സി ക്ലാസ് അംഗങ്ങൾക്ക് വായ്പ നൽകിയതിലൂടെ 2.54 ലക്ഷം രൂപയുടെ കുടിശ്ശിക ഉണ്ടാക്കി. പ്രതിമാസ നിക്ഷേപ പദ്ധതിയിലെ കുടിശ്ശിക 4 കോടി ആണ് എന്നതുകൂടിയാണ് ലഭിക്കുന്ന വിവരം. BJPക്ക് വേണ്ടിയും വായ്പ എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. സഹകരണ സംഘം പ്രസിഡന്റ് അഡ്വാൻസ് ഇനത്തിൽ അടയ്ക്കാനുള്ളത് 3,33,000 രൂപയാണ്. തുക വാങ്ങിയത് BJP പരിപാടിക്കാണെന്നും നേതാക്കൾ മടക്കി നൽകിയില്ല എന്നുമാണ് ആക്ഷേപം. പാർട്ടി പരിപാടികൾക്കും രാഷ്ട്രീയ ആവശ്യങ്ങൾക്കുമായി നേതാക്കൾ വായ്പ എടുത്തു എന്നാണ് ആക്ഷേപമുള്ളത്. ബിനാമി ഇടപാടിലൂടെ തട്ടിപ്പ് നടന്നു എന്നാണ് ആരോപണം. നിക്ഷേപകർക്കും പണം തിരികെ നൽകിയിട്ടില്ല. തിരുമല അനിൽ എന്ന കെ അനിൽകുമാറിന്റെ മരണത്തിൽ പോലീസിനെ പഴിക്കുകയാണ് പക്ഷേ BJP. പോലീസിന്റെയും CPIMന്റെയും ഒത്തുകളിയാണ് എന്നാരോപിച്ചാണ് BJP നേതൃത്വം രംഗത്ത് വന്നത്. BJP ജില്ലാ ജനറൽ സെക്രട്ടറിയുടെ സാമ്പത്തിക ബാധ്യതയെപ്പറ്റി അറിയില്ല എന്നാണ് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ഉന്നത BJP നേതാക്കൾക്ക് സാമ്പത്തിക ബാധ്യതയെപ്പറ്റി അറിയാമായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തമായ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് BJP. ജില്ലാ നേതാവിൻ്റെ മരണത്തിൽ BJP നേതൃത്വം പ്രതിരോധത്തിൽ തന്നെ തുടരുന്നു. സഹകരണ ബാങ്ക് തകർച്ച അണികളോട് വിശദീകരിക്കാൻ ആയിട്ടില്ല ഇക്കാര്യത്തിൽ BJPക്ക് എന്നത് വാസ്തവമാണ്. സഹകരണ സംഘം തട്ടിപ്പിന് പിന്നിൽ BJP നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നാണ് CPIM ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു BJP നേതാവ് മാത്രം 35 ലക്ഷം രൂപ വായ്പാ ഇനത്തിൽ തട്ടിയെടുത്തുവെന്ന് CPM ആരോപിക്കുന്നുമുണ്ട്. തിരുമല അനിലിൻ്റെ ഇൻക്വസ്റ്റ് നടക്കുമ്പോൾ BJPക്കാർ മാധ്യമങ്ങളെ ആക്രമിച്ചത് എന്തിനാണ് എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. സംസ്കാരം നടക്കുന്നതിന് മുൻപ് കരമന ജയൻ വാർത്താസമ്മേളനം വിളിച്ചത് എന്തിനാണ്? അനിൽകുമാറിനെ ഒറ്റപ്പെടുത്തിയത് ആരൊക്കെയാണ്? അനിൽ സഹായിച്ചവരാരൊക്കെയാണ്? BJP കൗൺസിലർമാരുടെ ആസ്തിയിൽ വൻ വർധന എന്ന ആരോപണം ശരിയാണോ? ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ അവിടെ ഉയരുന്നുണ്ട്. സനീഷ്, യഥാർത്ഥത്തിൽ ഒരു ബാങ്കിലെ തട്ടിപ്പ് എന്ന നിലയ്ക്ക് വിലയിരുത്തി പോകാവുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? അതോ വളരെ സാധാരണ അതായത് വലിയ തുകയല്ല ഈ പറയുന്നത്, ഒരു ചെറിയ ബാങ്ക്, ചെറിയ തുക, പക്ഷേ പൂർണ്ണമായും BJP നിയന്ത്രണത്തിലുള്ള ഒരു ബാങ്ക്, അവിടെ വേണമെങ്കിൽ BJP നേതൃത്വത്തിന്, കാരണം ഈ തുകയൊക്കെ കാണുമ്പോൾ എനിക്കതാ തോന്നുന്നത്, വേണമെങ്കിൽ BJP നേതൃത്വത്തിന് ഇടപെട്ട് പരിഹരിക്കാമായിരുന്ന ഒരു പ്രശ്നം ഒരു ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച ഒരു പ്രവർത്തകൻ്റെ മരണത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു എന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിശ്ചയമായിട്ടും അത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് നമ്മൾ ഒടുവിലെ ഈ ഡാറ്റാ ഷീറ്റിൽ ഒടുവിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചില്ല. ആരൊക്കെയാണ്, എത്ര പണമൊക്കെയാണ്, ഏതൊക്കെ നേതാക്കളാണ്? ആ കാര്യങ്ങളുടെ ഉത്തരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒളിച്ചു വെക്കാവുന്ന കാര്യങ്ങളല്ല. ആരൊക്കെയാണ് പണമെടുത്തത്, ആരൊക്കെയാണ് തിരിച്ചടക്കാത്തതെന്നൊക്കെ വരും ദിവസങ്ങൾ ഉറപ്പായിട്ടും വരും. അതുകൊണ്ട് കൂടിയാണ് ചില ഭാഗങ്ങളിൽ നിന്ന് മാധ്യമങ്ങളോട് വലിയ റഫായിട്ടുള്ള പെരുമാറ്റം ഉണ്ടാകുന്നതെന്നുള്ള തോന്നലാണ് എനിക്ക് ഈ വിവരങ്ങൾ ആകെ പരിശോധിച്ചപ്പോൾ കിട്ടിയത്. നമ്മൾ ഈ കാര്യങ്ങൾ ആകെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ന്യൂസ് മലയാളത്തിലൂടെ ഇന്ന് വന്നിരിക്കുന്ന ഈ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് വായിച്ചതിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ ഹർഷ? അതായത് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം ഇതാണ്: സ്വന്തം പാർട്ടിയെയോ സ്വന്തം സഹപ്രവർത്തകരായിരുന്ന നേതാക്കളെയോ പ്രവർത്തകരെയോ അല്ലെങ്കിൽ പണം എടുത്തിട്ട് തിരിച്ചടക്കാത്ത അദ്ദേഹത്തിന് അറിയാമായിരുന്ന ആളുകളെ പോലുമോ പേര് പറയാൻ തയ്യാറല്ലാതെ അതിൻ്റെ ഭാരം മുഴുവൻ ഏറ്റെടുത്ത് ജീവിതത്തിൽ നിന്ന് മടങ്ങിയേക്കാം എന്ന് തീരുമാനിച്ച ഈ പൊതുപ്രവർത്തകൻ്റെ ആ നിലക്കുള്ളൊരു ആത്മാർത്ഥതയും മറ്റുമാണ് നമ്മൾ മുമ്പിൽ തെളിയുക. ഒരു വളരെ നല്ല ഒരു മനുഷ്യനായിരുന്നു ഈ നേതാവ്, ഈ പൊതുപ്രവർത്തകൻ എന്ന കാര്യം നമുക്ക് ഒന്നുകൂടെ വ്യക്തമാവുകയാണ് ചെയ്യുക. കാരണം നമുക്കറിയാം, ഹർഷനിപ്പോൾ പറഞ്ഞതുപോലെ BJP പോലെ രാജ്യം ഭരിക്കുന്ന ഒരു വലിയ പാർട്ടിക്ക് ആവശ്യത്തിലേറെയും പണമുണ്ട് എന്ന് അവരും എതിരാളികളുമൊക്കെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിന് പല വഴികളുണ്ടാകും, ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കും. പക്ഷേ അവർക്ക് പരിഹരിക്കാവുന്ന കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോലും. ആ ഭാരമൊന്നും മറ്റുള്ളവരിൽ ഏൽപ്പിക്കാതെ, ആത്മഹത്യാക്കുറിപ്പിൽ ഒരാളെപ്പോലും കുറ്റപ്പെടുത്താതെ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് എൻ്റെ ചെലവ് കാശ് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് എനിക്കത് വായിച്ചപ്പോൾ അവസാന ഭാഗത്തേക്ക് വായിക്കുമ്പോൾ നമ്മൾ ആകെ ഇളകിപ്പോകും ഹർഷ. അതായത് ചെലവ് കാശ് ഞാൻ ഇതോടൊപ്പം വെച്ചിട്ടുണ്ട്. ചെലവ് കാശ് എന്ന് വെച്ചാൽ എൻ്റെ സംസ്കാര ചടങ്ങുകളിലെ ചെലവ് കാശ് ഞാനിവിടെ വെച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞ് പോകുന്നത്. ഒരാളെപ്പോലും കുറ്റപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയോട്, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോട്, സഹനേതാക്കളോട് അങ്ങേയറ്റം ആവശ്യമില്ലാത്തത്രക്ക് വലിയ മാന്യമായിട്ട് പെരുമാറിയല്ലോ. അത്രക്ക് അവരുടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ ഘട്ടത്തിൽ അങ്ങേയറ്റം ഹൃദയവേദനയുള്ള ഈ ഘട്ടത്തിൽ, അങ്ങേയറ്റം സങ്കടകരമായ ഘട്ടത്തിൽ അവർക്ക് ഈ ഒരു പോയിൻ്റ് ആശ്വാസകരമായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അദ്ദേഹം അത്രമേൽ മാന്യമായിട്ടുള്ള ഒരാളായിരുന്നു, അത്രക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് നമ്മൾ നിശ്ചയമായിട്ടും RDX കാര്യം പറയണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കതാണ് മനസ്സിലായത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തോട് നേരാംവണ്ണമാണോ പ്രതികരിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ പരിശോധിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായുള്ള നേതാക്കൾ അദ്ദേഹത്തോട് നേരാംവണ്ണമാണോ ഇപ്പോൾ മരണാനന്തരവും പ്രതികരിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കളും പ്രവർത്തകരും തന്നെ പരിശോധിക്കട്ടെ ഹർഷ. അതായത് നമ്മുടെ ആളുകളെന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഹർഷ, നമ്മുടെ ആളുകളിൽ നിന്ന് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു കത്തെഴുതി വെക്കുമ്പോൾ ഒരാൾ നമ്മുടെ ആളുകൾ എന്ന് പറയുമ്പോൾ ആരാണ്? അത് നമ്മുടെ ആളുകളാണ്.
ഞാൻ എൻ്റെ ആളുകൾ എന്ന് ഞാൻ എൻ്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ കത്തിൽ അല്ലെങ്കിൽ വർത്തമാനത്തിൽ ഒരാൾ പറയുമ്പോൾ അത് ഹൃദയം കൊണ്ട് എഴുതുന്നതാണ്. നമ്മുടെ ആളുകൾ ആരാണ്? അദ്ദേഹം, ഞാൻ മനസ്സിലാക്കിയെടുത്ത്, ഞാൻ അവിടുത്തെ നമ്മുടെ റിപ്പോർട്ടർമാരോട് ചോദിച്ചു, അദ്ദേഹം വളരെ ചെറുപ്രായം തൊട്ട് ഈ സംഘപരിവാര ബന്ധുവായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അദ്ദേഹം മറ്റേതും പാർട്ടിയിൽ നിന്ന് വന്ന ആളല്ല. അദ്ദേഹം വളരെ ചെറിയ പ്രായം തൊട്ട് അവരുടെ സകല സംവിധാനങ്ങൾക്കകത്തൂടെയും വന്നൊരാളാണ്. നമ്മുടെ ആളുകളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്, അനിലിന് ഒരൊറ്റ ആളേ ഉള്ളൂ, അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരാണ്. അതായത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവ് നമ്മുടെ ആളുകൾ എന്നതിനെ വ്യാഖ്യാനിക്കാൻ പോയത് കണ്ടോ? ഹർഷ, ഇതൊക്കെ പരിഹരിക്കാൻ ഇനിയും മാർഗ്ഗങ്ങളുണ്ട്, ഇനിയും പരിഹരിക്കാൻ എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ മരിച്ചുപോയ മനുഷ്യരുടെ ഡിഗ്നിറ്റി, അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കുടുംബാംഗങ്ങളുടെ ഡിഗ്നിറ്റി, അദ്ദേഹത്തെ വലിയ നേതാവായി കണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഡിഗ്നിറ്റി, അത് പരിഗണിക്കാനുള്ള അവകാശമില്ലേ അല്ലെങ്കിൽ ഉത്തരവാദിത്വമില്ലേ ഈ നേതാക്കൾക്ക്? നമ്മുടെ ആളുകൾ എന്നതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിനുശേഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ അങ്ങനെ നിലക്ക് നമുക്ക് ഒരു വലിയ പാർട്ടിയിലെ, നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയിൽ ആ നിലക്ക് പരിഹരിക്കാം എന്ന് തന്നെ കണക്കാക്കണം. പക്ഷേ നമ്മുടെ ആളുകൾ എന്ന് അദ്ദേഹം പറയുന്നതിനെ തള്ളിക്കളയുകയല്ല. നമ്മുടെ ആളുകൾ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആരാണെന്ന് അരിഭക്ഷണം കഴിക്കുന്ന ആൾക്കെല്ലാം മനസ്സിലാകും. പിന്നെ BJP നേതാവ് എന്ന നിലക്ക് അദ്ദേഹം CPM-നെതിരെയും കോൺഗ്രസിനെതിരെയും പോലീസിനെതിരെയും ഒക്കെ തിരുവനന്തപുരത്ത് സമരം നടത്തിയിരുന്ന ആളുകളാണ്. അദ്ദേഹത്തെ CPM എന്ന രാഷ്ട്രീയ പാർട്ടിയോ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയോ പോലീസ് സംവിധാനമോ അല്ലെങ്കിൽ കോർപ്പറേഷൻ മറ്റ് സംവിധാനങ്ങളോ ഉപദ്രവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അതുതന്നെ എഴുതിയാനേ. ഇതാ എൻ്റെ ഈ പ്രശ്നത്തിന് കാരണം ഈ സംവിധാനങ്ങളാണ്, ഈ പാർട്ടിയാണ്, ഈ നേതാക്കളാണ്, ഈ മറുപക്ഷത്തെ പാർട്ടിയുടെ നേതാക്കളാണെന്ന് എഴുതിയന്നെ. അദ്ദേഹത്തിൻ്റെ ധീരതയെ ഇവർ പരിഹസിക്കുകയാണോ എന്ന് തോന്നില്ലേ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർക്ക്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ആളുകൾക്ക്? CPM ആണ് അദ്ദേഹത്തെ ഉപദ്രവിച്ചെങ്കിൽ CPM എന്നെ ഉപദ്രവിക്കുന്നു, പോലീസാണ് എന്നെ ഉപദ്രവിച്ചിരിക്കുന്നത്, പോലീസ് എന്നെ ഉപദ്രവിക്കുന്നു എന്ന് എഴുതി വെക്കില്ലേ അദ്ദേഹത്തിന് എന്താ ഇവരൊക്കെ പേടിയാണോ? അപ്പോൾ മരിച്ചുപോയ നേതാവിൻ്റെ ഓർമ്മയോട് കുറച്ച് ഡിഗ്നിഫൈഡായിട്ട് പെരുമാറാൻ ഇനിയെങ്കിലും അവരുടെ പ്രവർത്തകരും നേതാക്കളും അത് കാണിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇനി വരുന്ന പൊതുപ്രവർത്തകർക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ആളുകൾക്ക് ഈ അവരവരുടെ പ്രസ്ഥാനങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. ഇവിടെ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ആരോടാ ചൂടാകുന്നത്? ഹർഷ, ആരോടാണ് ഈ ചൂടാകുന്നത്? അവരുടെ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് അവിടെ ഇങ്ങനെയൊരു ദുരൂഹമായ സാഹചര്യത്തിൽ, ഒട്ടും നല്ലതല്ലാത്ത സാഹചര്യത്തിൽ മരിച്ചു, ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിൻ്റെ കത്തിൽ, ആത്മഹത്യാക്കുറിപ്പിൽ ഇങ്ങനെ നമ്മുടെ ആളുകൾ പണം വാങ്ങി തിരിച്ചു തന്നില്ല എന്നുള്ള പരാമർശമുണ്ട് എന്ന് മാധ്യമപ്രവർത്തകർ അറിയുകയാണ്. അത് ചോദിക്കുമ്പോൾ ഒരു മരണ വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ ചൂട് മാറുന്നതിന് മുമ്പേ ആളുകളോട് തട്ടിക്കയറുകയാണോ വേണ്ടത്? ആളുകളോട് ഡിഗ്നിഫൈഡായിട്ട്, അത് അത്തരം ഘട്ടങ്ങളിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അത്തരം ഘട്ടങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, രാഷ്ട്രീയ നേതാവ്. അത്തരം ഘട്ടങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ് സംസ്ഥാന സമിതി അധ്യക്ഷൻ എന്നൊക്കെ പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് മര്യാദയ്ക്ക് വേണം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ, ആരോടും സംസാരിക്കാൻ, ക്യാമറകൾക്ക് മുന്നിൽ സംസാരിക്കാൻ. അദ്ദേഹത്തിന് കേരളത്തിൻ്റെ പൊതുപ്രവർത്തന രംഗത്തിൻ്റെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്നുകൂടെ പറഞ്ഞ് നിർത്തുകയാണ്. റൈറ്റ്. അതായത് ഈ കത്ത് ആർക്ക് എഴുതിയതാണ് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സ്വാഭാവികമായും അത് നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ആദ്യന്തം പ്രവർത്തിച്ചത് BJP-യിൽ, RSS-ൽ. ആ സഹകരണ സംഘം സമ്പൂർണ്ണമായും RSS-ൻ്റെയും BJP-യുടെയും നിയന്ത്രണത്തിലുള്ളതാണ്. അവിടെ ജോലി ചെയ്യുന്ന മുഴുവൻ പേരും RSS-ൻ്റെയോ BJP-യുടെ പ്രവർത്തകരാണ്. അതിൻ്റെ ഭരണസമിതി അങ്ങനെ തന്നെയാണ്, അവിടുത്തെ അംഗങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്തരം ഒരു സിസ്റ്റത്തിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ഈ കത്ത് എഴുതുന്നത്. അവിടെ പ്രത്യേകിച്ച് ഇനി വിശേഷിപ്പിക്കേണ്ടതോ പ്രത്യേകിച്ച് ആളുകളെ പേരെടുത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതോ ഒരാവശ്യമോ ഇല്ല. മാത്രമല്ല, അദ്ദേഹം വളരെ മാന്യമായി തന്നെയാണ്, സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ, അദ്ദേഹത്തിന് ആരെയെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് പ്രസ്ഥാനം ഒരു കുഴപ്പത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള തോന്നൽ പോലുമുണ്ട്. രണ്ടാമതൊരു വട്ടം വായിച്ചിരുന്നെങ്കിൽ ഈ കത്തിലെ ആ 1-1.5 വരി കൂടി അദ്ദേഹം ചിലപ്പോൾ വെട്ടിക്കളഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കത്ത് മുഴുവൻ വായിച്ച് നിർത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് തിരിച്ചു പിടിക്കാൻ ധാരാളം തുകയുണ്ട് ഈ സഹകരണ സംഘത്തിന്. അത് ആരുടെ നിയന്ത്രണത്തിലുള്ളതാണ്? അപ്പോൾ അത് ഈ BJP-യുടെ നിയന്ത്രണത്തിലുള്ളതാണ്. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു, മറ്റ് നടപടികൾക്കൊന്നും പോകാതെ പല അവധി പറഞ്ഞ് തിരിച്ചടയ്ക്കാൻ കാലതാമസമുണ്ടാക്കി. അതായത് മറ്റ് നടപടിക്കൊന്നും പോയില്ല, സഹകരണ സംഘം മറ്റു നടപടിക്കൊന്നും പോയില്ല. നടപടിക്ക് പോകേണ്ടത് സഹകരണ സംഘമാണല്ലോ. അതായത് ആ തിരിച്ചടവിന് കാലതാമസം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. കാരണം മറ്റു നടപടിക്ക് പോകാതെ നമ്മുടെ ആളുകളെ സഹായിച്ചത് കൊണ്ടാണ് അങ്ങനെ പോകേണ്ടി വന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ പഴിയും എനിക്കെതിരെ കുറ്റപ്പെടുത്തൽ വരുന്നു. ഇത്രയും കാര്യങ്ങൾ ആ കത്തിൽ പറയുന്നുണ്ട്. ആ കത്ത് മുന്നിൽ നിൽക്കെയാണ് ഇത് CPIM എന്തോ ആസൂത്രിതമായി നടപ്പാക്കിയ ഒരു പാതകമാണ് എന്ന മട്ടിൽ BJP ആരോപിക്കാൻ ശ്രമിക്കുന്നത്, പോലീസിനെതിരെ ആരോപണം കൊണ്ടുവരുന്നത്. അതൊന്നും നിൽക്കുന്നതല്ല എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് BJP അവിടെ ഒരു വിജയപ്രതീക്ഷയിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുന്നോട്ട് പ്രവർത്തനമൊക്കെയായി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടിയ വലിയ തിരിച്ചടിയാണിത്.
അങ്ങനെ വിജയിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഈ രാജീവ് ചന്ദ്രശേഖർ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ഈ പ്രശ്നം പരിഹരിക്കുക എന്നതാണ് ചെയ്യേണ്ടിയിരുന്നത്. അവിടുത്തെ നേതാക്കന്മാർക്ക് ആർക്കും അറിയാത്ത ഒരു പ്രശ്നമാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? അവിടുത്തെ നേതാക്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആ പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത്. അതിന് പകരം എന്താ ചെയ്തത്? ഇദ്ദേഹത്തിൻ്റെ മരണമുണ്ടായതിന് തൊട്ടു പിന്നാലെ അതിൻ്റെ ആരോപണം മുഴുവൻ CPIM-ൻ്റെയും പോലീസിൻ്റെയും തലയ്ക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഈ ഇന്നിപ്പോൾ ഏതായാലും ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്. ഈ രാജീവ് ചന്ദ്രശേഖർ പക്ഷം, വി മുരളീധരൻ പക്ഷം എന്നൊന്നും പറയേണ്ട, എല്ലാ പക്ഷവും ഒരുമിച്ച് ഈ കാര്യത്തെ ന്യായീകരിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം. സങ്കടകരമായ കാര്യം ഇന്നിപ്പോൾ വി മുരളീധരൻ പറയുകയാണ് നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹകരണ സംഘത്തിലുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയല്ലല്ലോ. അദ്ദേഹത്തിന് അഡ്രസ്സ് ചെയ്യാനുള്ളത് ആരെയാണ്? അല്ലെങ്കിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് ആരോടാണ്? പറയുന്നത് അതാണ്. അത് മാത്രമല്ല ഇതിനകത്ത് എന്നിട്ട് രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്നത് എന്താണ്? തൊട്ടടുത്ത നിമിഷം അദ്ദേഹത്തിന് ഇത് സഹിക്കാനോ അല്ലെങ്കിൽ ആ ചോദ്യങ്ങളെ നേരിടാനോ ഉള്ള ക്ഷമയില്ല. ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ കൈരളിയിൽ നിന്നാണ്, എന്നാൽ പിന്നെ CPM ആസൂത്രണം ചെയ്ത് ചോദിച്ച വല്ല ചോദ്യങ്ങളും ചോദിച്ചിട്ടാണോ ആ റിപ്പോർട്ടർക്ക് നേരെ ചൂടാകുന്നതെന്ന് അറിയാൻ വേണ്ടി രണ്ടാമതും മൂന്നാമതും കണ്ടു നോക്കി. വളരെ കൃത്യമായ ചോദ്യങ്ങൾ മാത്രമേ എനിക്ക് അവിടെ കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. സ്വാഭാവികമായും ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകുന്ന സ്ഥലത്ത് എല്ലാ മാധ്യമപ്രവർത്തകരും ചോദിച്ചിരിക്കേണ്ട തരത്തിലുള്ള ചില ചോദ്യങ്ങൾ മാത്രമാണ് അവിടെ ഉയർന്നു വന്നത്. ആ ചോദ്യങ്ങളോട് അസഹിഷ്ണുതയോടെ പെരുമാറുക മാത്രമല്ല, മൊത്തത്തിൽ മാധ്യമങ്ങളോട് കയർക്കുക, നിങ്ങളൊന്നും മാധ്യമപ്രവർത്തകരല്ല എന്ന് പറയുക, കാണിച്ചു തരാമെന്ന് പറയുക. ഇദ്ദേഹം കാണിച്ചു തരുന്നത് എന്താണ് എന്ന് നമുക്കറിയാം. കാരണം ഇദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. ഇതറിയാതെ അല്ലല്ലോ. മാധ്യമപ്രവർത്തകർക്ക് ഇദ്ദേഹത്തിൻ്റെ ചരിത്രം നന്നായി അറിയാം. ഇദ്ദേഹം സ്ലാബ് സ്യൂട്ടുകൾ കൊടുത്ത് മാധ്യമങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കാൻ ശ്രമിച്ചിട്ടുള്ളതിൻ്റെ ചരിത്രം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എടുത്ത് ചർച്ച ചെയ്യാം. ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹം മാധ്യമ ഇൻവെസ്റ്റർ കൂടിയാണല്ലോ. ഇപ്പോൾ റിപ്പബ്ലിക് ചാനലിൻ്റെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെല്ലാം ഏറ്റവും ശരിയാണല്ലോ. കാരണം ഇദ്ദേഹമാണല്ലോ ഈ ചെല്ലും ചെലവും കൊടുത്ത ആ മാധ്യമ സ്ഥാപനത്തെ ഉണ്ടാക്കിയെടുത്തത്. ആ മാധ്യമപ്രവർത്തനത്തെക്കുറിച്ചുള്ള വിമർശനത്തിൽ ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? മാത്രമല്ല ഇവിടെ കേരളത്തിലൊരു മാധ്യമ സ്ഥാപനത്തെ അദ്ദേഹം ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ഈ തോന്നിയാസം കാണിക്കുന്നത്. ഇതൊന്നും കേരളത്തിൽ അത് വയർ പോലെയുള്ള പ്രതിപക്ഷ സ്വഭാവമുള്ള മാധ്യമ സ്ഥാപനത്തെ അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ടുള്ള പണിയെടുത്തിട്ടുള്ള വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഒരു ബിസിനസ്സുകാരാണ്, കോർപ്പറേറ്റ് മുതലാളി കൂടിയാണ്. ഇതൊന്നും കേരളത്തിന് എന്താ അറിയാത്ത കാര്യമാണോ? ഇദ്ദേഹം എന്താണ് ഈ ഈ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ മാത്രം അറിയപ്പെടേണ്ട ആളാണോ? അല്ല. അദ്ദേഹം ആയിരക്കണക്കിന് കോടിയുടെ ടേൺ ഓവറുള്ള സ്ഥാപനത്തിൻ്റെ ഉടമ കൂടിയാണ്. അത് ആ നിലയ്ക്ക് അത് മാത്രമാണ്. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊന്നും വെളിപ്പെടുത്താതിരിക്കാൻ, ഇതായത് ഈ നിയമത്തിന്റെ ഗ്രേ ഏരിയയെ മുഴുവൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൂടിയാണ്. ഇതെല്ലാം എടുത്തെടുത്ത് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. ഒരു കാര്യമുള്ളത്, അത്തരം കോർപ്പറേറ്റ് മനസ്സ് അപ്ലൈ ചെയ്യേണ്ടത് ഒരു കാര്യമല്ല. ഇത് ഒരു സഹപ്രവർത്തകൻ, അദ്ദേഹത്തിന് അറിയില്ല. അതാ പ്രശ്നം. ഒരു സഹപ്രവർത്തകൻ പ്രവർത്തിക്കൂ എന്നുള്ളതാണ്. അതാണ് ആ കോർപ്പറേറ്റ് മനസ്സാ. അതാണ് കോർപ്പറേറ്റ് മനസ്സുകൊണ്ട് അല്ല ഇക്കാര്യങ്ങൾ നോക്കേണ്ടത്. ഒരു സഹപ്രവർത്തകൻ അദ്ദേഹം അങ്ങനെ ഇത്രക്ക് ദാരുണമായൊരു സംഭവമായിട്ട് അവിടെ ഈ ശരീരത്തിൻ്റെ ചൂട് മാറാതെ കിടക്കുകയാണ്. ആ കുടുംബം അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരത്താണ് ഇദ്ദേഹം എൻ്റെ പാർട്ടിക്ക് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് വല്ല ക്ഷീണവും പറ്റിപ്പോകുമോ എന്ന മട്ടിൽ ചൂടാകുന്നത് എന്നതാണ്. ഇതിനകത്ത് ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. അതായത് ഇതിനകത്ത് അദ്ദേഹത്തെ ധീരതയില്ലാത്ത ഒരാളായിട്ട് ചിത്രീകരിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതായത് വളരെ ചെറും പ്രായം തൊട്ട് ഈ സംവിധാനങ്ങൾക്കകത്തൂടെ വന്ന് നേതാവായി മാറിയ അദ്ദേഹം CPM-നെയും പോലീസിനെയും പേടിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നതാണോ ഇവർ പറയുന്നത്? അങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അല്ല, അത് മാത്രമല്ല, ഇപ്പോൾ CPIM-ഓ പോലീസോ അങ്ങനെ ഇദ്ദേഹത്തോട് ഈ പണം തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് സമീപിച്ചെന്നിരിക്കട്ടെ, ഇദ്ദേഹം എന്താ ചെയ്യാൻ പോകുന്നത്? ഇദ്ദേഹം നേരെ പോയി ആത്മഹത്യ ചെയ്യുന്ന ഒരാളാണോ അദ്ദേഹം? അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ BJP എന്ന് പറഞ്ഞാൽ എത്ര ശക്തമായ BJP ആണ്. ആ കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല. ശക്തമായ ഒരു സംഘടനാ സംവിധാനമുള്ള ഒരു പ്രസ്ഥാനമാണ് BJP തിരുവനന്തപുരത്ത്. RSSന് ആ സംഘടനാ സംവിധാനമുണ്ട്. അവരോട് പോയി കാര്യം പറയില്ലേ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണോ പറയേണ്ടത്? ആ ഉത്തരവാദിത്വം അദ്ദേഹം കാണിച്ചിട്ടില്ലേ? അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ പങ്കാളിത്തമുണ്ട്. അദ്ദേഹം നിങ്ങളോട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ചെറിയ തുകയാണ് സനീഷേ, ഇതൊരു വലിയ തുകയൊന്നുമല്ല. അങ്ങനെ ചെറിയ തുകകളാണ്. കാരണം കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ള, ഇപ്പോൾ കരുവന്നൂർ അടക്കം നമ്മൾ എടുത്തു വേണമെങ്കിൽ പറയാമല്ലോ, അങ്ങനെയുള്ള ബാങ്കുകളിൽ വന്നിട്ടുള്ള തട്ടിപ്പിൻ്റെ കണക്ക് വെച്ച് പരിശോധിച്ചാൽ ഇത് ചെറിയ തുകകളാണ്. ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. FD ഇട്ട ആളുകൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത വണ്ണം മുറുകിപ്പോയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ ആളുകൾക്ക് പൈസ കൊടുത്തു, ആ പൈസ തിരിച്ചെത്തുന്നില്ല. ആ ചെറിയ തുക എത്തിക്കാനുള്ള പണി എടുക്കാതെ വെറുതെ മാധ്യമങ്ങളുടെ നെഞ്ചത്ത് കുതിര കയറുകയാണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്തതെന്നാണ് വാസ്തവം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ CPIM-നും LDF-നുമെതിരെ BJP-യുടെ പ്രധാന പ്രചാരണ വിഷയം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പായിരുന്നു. കഴിഞ്ഞ 5 വർഷമായി ഇടതുപക്ഷത്തിനെതിരായ
മുഖ്യ ആയുധമായി തന്നെ അത് പ്രയോഗിക്കപ്പെടുന്നുണ്ട്. ഇപ്പോഴത്തെ BJPയുടെ നെഞ്ചിലേക്ക് ചൂണ്ടുകയാണ് അവരുടെ തന്നെ വിരലുകൾ. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറും സംഘവും എ ക്ലാസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം. സഹകരണ ബാങ്ക് ക്രമക്കേടിൽ ജില്ലാ നേതാവ് കൂടിയായ കോർപ്പറേഷൻ കൗൺസിലറുടെ ആത്മഹത്യ അവരെ തിരിഞ്ഞുകൊത്തുന്നു എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. തിരുമല അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്ന നമ്മുടെ ആളുകൾ ആരൊക്കെയാണ്? എന്തിനാണ് അനിൽ ജീവൻ ഒടുക്കിയത്? ചോദ്യങ്ങൾ ഏറെയുണ്ട്, ഉത്തരങ്ങൾ ഏറെക്കുറെ വ്യക്തവുമാണ്. വരും ദിവസങ്ങളിൽ എല്ലാ വസ്തുതകളും മറ നീക്കി പുറത്തു വരട്ടെ.